മുറ്റത്ത് കിടന്ന വടി എടുത്തുകൊണ്ട് വന്ന് എന്നെ തല തൊട്ട് കാലിൻ്റെ നഖം വരെ അടിച്ചത് ചതച്ചു. അവരെന്ന് വെച്ചാൽ ക്രിമിനലാ, അവരുടെ സ്വഭാവം എപ്പോഴും മാറാം. പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. കുടുമൻ ഗ്രാമപഞ്ചായത്തിലെ അയിരൂർക്കര ആറാട്ടുകടവ് റോഡിൻ്റെ ഇരു സൈഡിലും താമസിക്കുന്ന രണ്ട് വീട്ടുകാർ തമ്മിൽ വലിയ തർക്കമുണ്ടായിരിക്കുകയാണ്. ഈ വഴി തർക്കവുമായി ബന്ധപ്പെട്ട് മുച്ചിമുഴിക്കൽ വീട്ടിൽ ശ്രീലതയും അദ്ദേഹത്തിൻ്റെ സഹോദരത്തിനും വലിയ പരിക്കാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ കുടുമൻ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് നീതിപൂർവമായ രീതിയിലുള്ള ഒരു പ്രവർത്തനം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുള്ള പരാതി ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്ത 24 കൊച്ചുമുഴിക്കൽ ശ്രീലതയുടെയും അവരുടെ വീട്ടുകാരുടെയും അതോടൊപ്പം തന്നെ അവരുടെ ബന്ധുക്കളിലേക്ക് പ്രതികരണത്തിൽ വന്നതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്. ഈ അവസ്ഥയിൽ എത്താനുള്ള സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ റോഡ് പ്രശ്നമാണ്. റോഡ് ഇവർ നേരത്തെ ഇവിടെയുള്ള റോഡാണ്. അച്ഛൻ്റെ കാലം തൊട്ടേ, വല്യച്ഛന്മാരുടെ കാലം തൊട്ടേ നമ്മൾ അന്നേ ഉണ്ട്. അന്ന് ഈ വീടിൻ്റെ ഈ കല്ല് മുഴുവൻ ലോറിയല്ല ഇവിടെ കൊണ്ടടിക്കുന്നത്. ആദ്യത്തെ റോഡാണ് ഇത്. ഇത് എത്ര കൊല്ലമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന റോഡാണ്? ഇത് ഒരു 10-100 വർഷമായി അച്ഛനപ്പൂപ്പന്മാർ ഉപയോഗിക്കുന്ന റോഡാ. ആദ്യത്തെ റോഡാ. പിന്നെ ആ കൈവഴികളൊക്കെ ആയി ഇപ്പം പിന്നെ ടാറിങ്ങൊക്കെ നടക്കുന്നത് അതിന് ഈ അടുത്ത കാലത്തായിട്ടാ. ഈ റോഡ് പഴയ റോഡാ, പഞ്ചായത്ത് റോഡാണ്. ഈ റോഡുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ് ചേച്ചിക്ക് പരിക്ക്. ആ സാഹചര്യം ഞാൻ രാവിലെ മുറ്റം തൂത്തുകൊണ്ടിരിക്കുവായിരുന്നു. വെള്ളിയാഴ്ചയാണ്, 20-ാം തീയതി വെള്ളിയാഴ്ച. അപ്പം ക്രിസ്മസ് ഒക്കെ വരുമല്ലോ. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് മുറ്റം തൂത്ത് ഞാൻ മുറിക്കകത്തോട്ട് കയറാൻ വന്നെ. അപ്പം ഈ രണ്ട് പെണ്ണുങ്ങൾ, സുമ, അജിത എന്ന് പറയുന്ന രണ്ട് പെണ്ണുങ്ങൾ വന്ന് എൻ്റെ കൂടെ വരുന്നു. ഞാൻ ചാടി വീട്ടിൽ കയറി, കാരണം വീട്ടിലാരും ഇല്ല. അപ്പം എന്നെ മുറിക്കകത്ത് കയറി എന്നെ അവിടെ പിടിച്ചു നിർത്തി. മുറ്റത്ത് കിടന്ന വടി എടുത്തുകൊണ്ട് വന്ന് എന്നെ തല തൊട്ട് കാലിൻ്റെ നഖം വരെ അടിച്ചത് ചതച്ചു. ചേച്ചിയുടെ വീട്ടിൽ കയറിയാണ് നമ്മുടെ വീട്ടിൽ കയറി വന്ന് ആക്രമിച്ചു. ഈ സുമ, അജിത എന്ന് പറഞ്ഞ ചേച്ചി ഇവരെ നേരത്തെ അറിയാവുന്നവരാണ്? ഇവരെ നേരത്തെ നമുക്കറിയാം. പക്ഷേ സുമയുടെ കൂടെ അപ്പോഴത്തേനും ആനില്ല. അജിതയുടെ ഭർത്താവ് വന്നു ഈ വടി പിടിച്ച് മേടിച്ച് അതുപോലെ തന്നെ ചെയ്തു. കഴുത്തിന് വെട്ടുമൊക്കെ ചെയ്തു, കഴുത്തിന് വടി കൊണ്ട് അടിച്ചു. അതിലാണ് ഈ പരിക്ക് പറ്റിയത് കഴുത്തിന്. അജിതയുടെ ഭർത്താവല്ലേ? അജിതയുടെ ഭർത്താവ് അനിൽ. അയാളെ നേരത്തെ ചേച്ചിക്ക് അറിയാം? എനിക്കറിയത്തില്ല, ഇവിടുന്ന് വന്നെന്ന് അറിയത്തില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ആ പുള്ളിക്കാരനെ കാണുന്നത് തന്നെ. ഈ സുമയെ അജിതമായിട്ട് ചേച്ചിക്ക് നേരെ നല്ല സൗഹൃദമായിരുന്നു? സൗഹൃദമില്ല. നമ്മൾ പഠിക്കാൻ അങ്ങ് പോകും, സ്കൂളിൽ പോകും, വീട്ടിൽ വരും. അമ്മയും അച്ഛനും എങ്ങോട്ടും വിടത്തില്ല നമ്മളെ. അങ്ങനെയുള്ളൊരു സാഹചര്യം എങ്ങോട്ടും വിടത്തില്ല. സ്കൂളും വീടുമായിട്ടുള്ള ബന്ധമേ ഉള്ളൂ. കൊച്ചിലെ കണ്ട പരിചയമുള്ളൂ. ഈ വഴി തർക്കം, ഈ വഴി നിങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടഞ്ഞായിരുന്നു? നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ മാത്രമല്ല, വീട്ടിലോട്ട് ആരും വാഹനങ്ങൾ കൊണ്ട് വരാനും ഇവര് സമ്മതിക്കുന്നില്ല. നമുക്ക് വഴി തരത്തില്ല. അവര് ചീത്ത പറഞ്ഞിട്ടാ പറയുന്നത്, നിനക്കൊക്കെ തരാമെന്ന് പറയുന്നത്. ഈ അയിരൂർക്കര ആറാട്ടുകടവ് റോഡ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന്റെ ആശ്രയിച്ചിട്ടുള്ള റോഡാണെന്നാണ് ചേച്ചി പറയുന്നത്. അപ്പൊ അതുവഴി നിങ്ങൾക്ക് വണ്ടി അവരെന്ത് വഴി തടയുകയോ എന്തൊക്കെ ചെയ്തു? വഴിയില്ല അവര് വഴിയിൽ ഗ്രോ ബാഗ് വെച്ച് അതിനകത്ത് വെണ്ടയും അതുപോലുള്ള എല്ലാം ചീനി അതെല്ലാം നട്ട് പിടിപ്പിക്കുക. പിന്നെ കുപ്പിച്ചിലൊക്കെ റോഡിൽ ആണി വെതറുക. അപ്പം വണ്ടിയൊക്കെ വരുന്ന പറഞ്ഞാൽ വാഹനങ്ങളൊക്കെ ടയറൊക്കെ ഡാമേജ് ആയിപ്പോകും. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഞ്ചായത്തിലോ പോലീസ് സ്റ്റേഷനിലോ പഞ്ചായത്തിൽ ഞങ്ങൾ പരാതി കൊടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ മെമ്പർ, ഇവരൊക്കെ വന്ന് അവിടെ കല്ലിട്ട് തന്നു. അന്ന് അവരത് അംഗീകരിച്ചു. അപ്പം 2 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾ വഴി തരാൻ പറഞ്ഞവർ നമ്മളെ കളിയാക്കുമായിരുന്നു. പിന്നെ രാത്രി 1 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഇവർ ഇറങ്ങി വഴി ചെറുതാക്കി കൊണ്ടുവന്നു. പെട്ടെന്ന് ഈ ഒരു അക്രമത്തിലേക്ക് അവരെ വഴിവഴിക്കാനുള്ള കാര്യം എന്തോ? അവരെന്ന് വെച്ചാൽ ക്രിമിനലാ, അവരുടെ സ്വഭാവം എപ്പോഴും മാറാം. എപ്പോൾ വേണമെങ്കിലും അവരുടെ സ്വഭാവം മാറാം. അയാൾ ക്രിമിനലാ, അവർ പിന്നെ അങ്ങനെയുള്ള സ്വഭാവക്കാരാ. നിങ്ങൾ ഈ കോടതിയിൽ സമീപിച്ചായിരുന്നു ഈ വിഷയത്തിൽ? അതെ, കോടതി ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ നിരന്തരമായപ്പോൾ നമുക്ക് വഴി വേണമല്ലോ. പഴയ വഴിയല്ലേ, നമുക്കത് നിലവിലുള്ള വഴി വേണം. അപ്പം ഞങ്ങൾ മുനിസിപ്പൽ കോടതിയിൽ സമീപിച്ചു, ഇഞ്ചക്ഷൻ ഓർഡർ മേടിച്ചു. അതിനുശേഷമാണ് ഇവർ കൂടുതൽ പ്രകോപിതനായത്? അതെ, അതിനുശേഷമാണ് കൂടുതൽ പ്രകോപിതം. ചേച്ചിയെ മാത്രമേ ആക്രമിച്ചുള്ളൂ? ചേച്ചി ആക്രമിക്കാൻ വേറെ ആരും ഉണ്ടായിരുന്നു വീട്ടിൽ? എന്നെ ആക്രമിക്കാൻ എൻ്റെ മൂത്ത സഹോദരൻ അവിടെ ഉറങ്ങി കിടക്കുമായിരുന്നു. 7:30 എല്ലാം ആയുള്ളൂ. വൈകുന്നേരം അല്ല രാവിലെ 7:30. അപ്പം അവിടെ ഉറങ്ങി കിടക്കുമായിരുന്നു. ചേച്ചി ഇവിടെ കിടക്കുമായിരുന്നു. ഞാനപ്പം മുറ്റം തൂത്തിട്ട് മുറിയിലോട്ട് ചാടി കയറിയതാ. അപ്പം എൻ്റെ കരച്ചിൽ കേട്ടോണ്ട് സഹോദരൻ എഴുന്നേറ്റ് വന്നു. സഹോദരൻ്റെ തലയ്ക്ക് ഇഷ്ടം പോലെ. അപ്പം ഞാൻ ഇങ്ങനെ തടഞ്ഞു.
ആടി മൊത്തം എൻ്റെ കൈ കൊണ്ടു. അന്നൊക്കെ കൈ ഇങ്ങനെ വീർത്ത് കിടക്കുമായിരുന്നു. മരുന്നൊക്കെ കഴിച്ച് അത് മാറിയത്, നീര് മാറിയത്. ഇത് ശേഷം കുടുംബൻ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ നിങ്ങൾ പരാതി ഇവിടെ വന്നായിരുന്നു, ഈ സ്ഥലത്ത് വന്നായിരുന്നു? അന്ന് ഞങ്ങൾ പിന്നെ അന്ന് ആശുപത്രി പെട്ടെന്ന് വന്ന് നമുക്കൊരു ഇതില്ലായിരുന്നു. കാരണം ഞങ്ങൾ 3 പേരേ ഉള്ളൂ, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ സഹോദരന്മാരെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഒരു സഹോദരൻ വന്ന് ഞങ്ങളെ ആശുപത്രിയിലോട്ട് കൊണ്ടുവന്ന വഴി അവർ തന്നെ എന്നിട്ട് വിളിക്കുക പോലീസിനെ. ഞങ്ങളെ ആക്രമിച്ചിട്ട് അവർ തന്നെ 102 എങ്ങാണ്ട് വിളിച്ച് പോലീസ് വന്നു. കുരിശിൻ്റെ അവിടെ ആയപ്പോൾ, ആ കൽക്കുരിശിൻ്റെ അവിടെ ഒരു നോട്ടി തിരിയുന്ന അവിടെ ആയപ്പോൾ പോലീസുകാർ വന്നു. പോലീസിൽ വന്നിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല. നമ്മളിവിടെ ആരും ഇല്ലായിരുന്നു. ഞങ്ങളെല്ലാം വീട് പൂട്ടി അങ്ങ് ഹോസ്പിറ്റലിലോട്ട് പോകുമായിരുന്നു. നിങ്ങളുടെ മൊഴി എടുത്തായിരുന്നു പോലീസ്? അന്നേരം എടുത്തില്ല. ഹോസ്പിറ്റലിൽ വന്ന് എടുത്തതോ? ഹോസ്പിറ്റലിൽ വന്നെടുത്തു. കൊടുമൺ പോലീസ് എടുത്തു. കൊടുമൺ പോലീസ്. പിന്നെ ഈ പുള്ളി അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയൊന്നും സ്വീകരിച്ചില്ല? അറസ്റ്റ് ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചില്ല. നമ്മളതിന് കേസ് കൊടുത്തു, പക്ഷെ അവരത് സ്വീകരിക്കുന്നില്ല. ചേച്ചിയുടെ ആവശ്യം എന്തുവാണ് ഈ വിഷയത്തിൽ? എൻ്റെ ആവശ്യം നമുക്ക് നീതി കിട്ടണം. അവരെ കുറ്റം ചെയ്തവരെ ശിക്ഷിക്കണം. കാരണം ഞാൻ എല്ലാം ചെയ്യുന്നത് ഈ കട്ടിൽ കിടന്നുകൊണ്ടാണ്. അപ്പം അതിന് അവരുത്തരം പറയണം. അപ്പോൾ അക്രമത്തിന് ഇരയായ ശ്രീലത എന്ന ചേച്ചിയുടെ പ്രതികരണങ്ങൾ നിങ്ങൾ കേട്ട് കാണും. വളരെ ക്രൂരമായ രീതിയിലാണ് അനിൽ എന്ന വ്യക്തിയും അജിത സുമ എന്ന വ്യക്തിയും ചേർന്ന് വളരെ ക്രൂരമായ രീതിയിൽ കഴുത്തും ദേഹത്തും തൊടയിലുമൊക്കെ അടിച്ചെന്നാണ് പറയാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അവർക്ക് മറ്റ് പ്രവൃത്തിയോ ജോലിയോ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നെ അവർ വളരെ അവശതയിലാണ്. ഈ വിഷയത്തിൽ കൊടുമൺ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്തിട്ട് 2 ആഴ്ചയാകുകയാണ്. അവർക്ക് യാതൊരുവിധമായ നീതിയും ഈ വിഷയത്തിൽ ലഭിച്ചിട്ടില്ല. ഈ അനിൽ എന്ന വ്യക്തി നിർബാധം ഈ സ്ഥലത്ത് വസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വളരെ സപ്പോർട്ടിംഗ് ആയ രീതിയിലുള്ള ഒരു സംരക്ഷണം ആ കൊടുമൺ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു തന്നെയാണെന്ന് ശ്രീലതയും അവിടുത്തെ നാട്ടുകാരും നമ്മളോട് പ്രതികരിച്ചത്. നിങ്ങൾ കാണാൻ സാധിക്കും. ഈ വീടിൻ്റെ ഭിത്തി അടിച്ചു തകർക്കുകയും ഇവിടുത്തെ ജനൽ ഗ്ലാസുകൾ തല്ലി തകർക്കുകയും ഈ അച്ഛൻ്റെ തലയിൽ അടിച്ച് വളരെ ഗുരുതരമായി പരിക്കേൽക്കുകയും ബ്ലഡ് വരികയും ചെയ്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായെന്നാണ് വീട്ടുകാർ നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും കൊടുമൺ SHO ഈ കാര്യത്തിൽ വളരെ അലംഭാവം കാണിച്ചിരിക്കുന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ വിഷയത്തിൽ ഊണ്ട് സർട്ടിഫിക്കറ്റ് അടക്കം അവർ ഹാജരാക്കിയിട്ട് പോലും ഈ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യാൻ യാതൊരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാത്തത് വളരെ നിർഭാഗ്യം തന്നെയാണ്. എന്തായാലും ജനപ്രതിനിധികളടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് പോലീസിനോട് സംസാരിച്ചിട്ട് പോലും ഈ അനിൽ എന്ന ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എന്തുകൊണ്ട് മടിക്കുന്നു? അനിലിൻ്റെ പിന്നിൽ ആരാണെന്നുള്ള കാര്യം കൃത്യമായി വ്യക്തമാക്കാൻ പോലീസ് തയ്യാറാകണം. ഈ കുടുംബത്തിന് നീതി ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുണ്ടാകുന്ന പ്രതീക്ഷയിൽ. കൊടുമെന്നും ക്യാമറമാൻ സാദിഖിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.